പ്രതിരോധ കുത്തിവയ്പ്പ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഒരു കുഞ്ഞിൻ്റെ രൂപമാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പ്രായമുള്ളവരുടെ കാര്യത്തിൽ എന്ത് പ്രതിരോധ കുത്തിവയ്പ്പ്? പക്ഷേ വികസിത രാജ്യങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രായമുള്ളവരിൽ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ പ്രാധാന്യം പകർച്ചവ്യാധികൾ തടയുന്നതിനും ചിലപ്പോഴെങ്കിലും ക്യാൻസർ ചികിത്സകൾക്കൊക്കെ ആയിട്ട് അവിടെ പ്രതിരോധ പട്ടിക തന്നെ നിലവിലുണ്ട്. മിക്കപ്പോഴും അവരുടെ രാജ്യത്തെ പ്രതിരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായിട്ടാണ് ഈ വാക്സിനേഷനുകൾ നൽകപ്പെടുന്നത്. ഇന്ത്യയിൽ വരുന്ന ആളുകളിൽ ഇതേക്കുറിച്ച് കൂടുതൽ ചർച്ചകളുണ്ടാവും. അത് നടപ്പിൽ ആക്കപ്പെടുകയും ചെയ്യും. 2024 ഇവിടെ ഫിസിഷ്യൻസ് അസോസിയേഷൻ ഒപ്പം 9-10 മെഡിക്കൽ സംഘടനകളും കൂടി ഒരു കൺസെൻസസ് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു കൊണ്ടുവരികയുണ്ടായി. അത് പ്രായോഗിക തലത്തിൽ എത്തിയിട്ടില്ല എങ്കിലും വരുന്ന ആളുകളിൽ ഇത് പ്രാവർത്തികമാക്കപ്പെടും. എന്താണ് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇനി വരുന്ന ആളുകളിൽ പ്രായമുള്ളവരിൽ എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജനത ഒരു വയോജനങ്ങൾ കൂടുതൽ എണ്ണമായി വരുന്ന ഒരു ജനതയായി മാറുകയാണ്. ആയുർദൈർഘ്യം പണ്ടത്തേക്കാളേറെ ഒരുപാട് കൂടിയിരിക്കുന്നു. ഏതാണ്ട് 4/5 ജനത ഈ 50 വയസ്സിന് മേലെയുള്ളവരാണ്. പണ്ടത്തെ അപേക്ഷിച്ച് ഈ പ്രായക്കാരിൽ പകർച്ചേതര വ്യാധികൾ പലതും ഉള്ളവരാണ്. രക്താതിമർദ്ദം, പ്രമേഹം, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ക്യാൻസറുകൾ, ഇതൊക്കെയുള്ള ഈ ഒരു വലിയ പ്രായമുള്ളവരുടെ ഒരു ജനതയാവുമ്പോൾ പകർച്ചവ്യാധികൾ മുമ്പുള്ളതിനേക്കാളും ശക്തിയോടുകൂടി ഇവരിൽ വരാനും മരണസാധ്യത അതുകൊണ്ടാവാനും സാധ്യതയുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ, സാംസ്കാരിക നായന്മാരായിക്കോട്ടെ, പലപ്പോഴും മരിക്കുന്നത് ന്യൂമോണിയ വന്ന് വെന്റിലേറ്ററിൽ കിടന്ന് ICUവിലാണെന്ന് പറയുന്നു. അത്തരം അവസ്ഥകൾ പലപ്പോഴും വാക്സിൻ കൊണ്ട് തടയാൻ പറ്റും. ഇന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ വാക്സിനുകളാണ് എന്നുള്ള കാര്യത്തെ അപേക്ഷിച്ച് ഏത് രീതിയിലാണ് ഇന്ത്യയിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് ഇന്ത്യയിൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നൊരു കാര്യം 78 തൊട്ട് വളരെ ഫലപ്രദമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. അതിലിപ്പുറം ആ കാലഘട്ടത്തിൽ തന്നെയും പ്രായമുള്ളവരുടെ വാക്സിനേഷനെ കുറിച്ച് നമുക്ക് അനുഭവമുണ്ട്. 60കളിൽ സ്മോൾ പോക്സ് വാക്സിൻ കൊടുത്തിട്ടുണ്ട്. പ്രായമുള്ളവരിലാണ് അതൊക്കെ ചെയ്തത്. 80കൾക്ക് ഇങ്ങോട്ട് ഗർഭിണികൾക്ക് ടെറ്റനസ് വാക്സിൻ കൊടുക്കുന്നുണ്ട്. അതിലിപ്പുറം ഏറ്റവും ഒടുവിൽ 2020 തൊട്ട് ഇതുവരെയായിട്ട് 220 കോടി ഡോസുകൾ കോവിഡ് വാക്സിൻ പ്രായമുള്ളവരിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആ അനുഭവം, ആ സിസ്റ്റം, നമ്മൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം വളരെ പെർഫെക്റ്റാണ്. വാക്സിനേഷൻ പ്രൊഡക്ഷൻ ടു ദി കൺസ്യൂമർ, സേഫ്റ്റി ആൻഡ് എഫിക്കസി എൻഷുർ ചെയ്തുകൊണ്ടുള്ള ഒരു കോൾഡ് ചെയിൻ സിസ്റ്റം, അതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളുള്ള പുതിയ പോർട്ടലുകൾ, ഡാറ്റ മാനേജ്മെൻറ്റ് എല്ലാം പെർഫെക്റ്റാണ് ഇവിടെയുള്ളത്. പക്ഷെ അത് ഗവൺമെൻറ് മെഷീനറിയിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത് നമ്മുടെ പ്രതിരോധ പട്ടിക വരുന്ന ആളുകളിൽ ഏത് രീതിയിലായിരിക്കണമെന്ന്, അത് ഏത് തരത്തിലാണ് ഇവിടെ നമുക്ക് പ്രവൃത്തി പഥത്തിൽ എത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള പട്ടിക അതേപടി നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഇവിടെ പ്രസക്തമായിട്ടുള്ള ഏതൊക്കെ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് പ്രായമുള്ളവരിൽ വേണ്ടത്, അതുതന്നെ ജിറിയാട്രിക് പോപ്പുലേഷൻ, ഈ വയോജനങ്ങളിൽ ഏതൊക്കെയാണ് വേണ്ടത്, മധ്യവയസ്കരിലും യുവജനതയിലും ഹൈറിസ്ക് പോപ്പുലേഷൻ്റെ അകത്ത് എടുക്കേണ്ടുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ്, അത് ഏത് രീതിയിലാണ് ജനങ്ങളിലെ സുരക്ഷിതത്വമായി ഫലപ്രദമായി എത്തിക്കാൻ പറ്റുക, ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ഇവിടെ സിസ്റ്റം ഗവൺമെൻറ് മെഷീനറിയിൽ വളരെ ഫലപ്രദമായൊരു സിസ്റ്റമുണ്ട്.
90% കുഞ്ഞുങ്ങളുടെ വാക്സിനേഷനും ഇതിലൂടെയാണ്, അഡൽട്ട് വാക്സിനേഷനും ഇതിലൂടെയാണ് ഇതുവഴി ചെയ്തത്. 10% മാത്രമാണ് സ്വകാര്യ മേഖലയിലൂടെ വാക്സിനേഷൻ നടക്കുന്നത്. ഇന്ന് പുതിയ പല വാക്സിനുകളും വരുന്നു. അത് 10% പേർക്ക് മാത്രമാണ് അത് കിട്ടുന്നത്. വരുന്ന ആളുകളിൽ ഒരിക്കലും സർക്കാരിന് ഇത്തരത്തിലുള്ള പുതിയ വാക്സിനുകൾ കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ കൊടുക്കാൻ സാധിക്കില്ല. സാമ്പത്തിക ശേഷി അനുവദിക്കില്ല. അപ്പോൾ ജനങ്ങളുടെ കീശയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ളതും അവർക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള വാക്സിനുകൾ കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം. പക്ഷേ ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഇതിൻ്റെ സുരക്ഷിതത്വവും ഫലപ്രാപ്തിയും ഏത് വാക്സിനാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊക്കെയുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം വേണ്ടതുണ്ട്. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ മാത്രമാണ് വരുന്ന ആളുകളിൽ ഇത് നടപ്പിലാക്കാനാവുന്നത്. ഗവൺമെൻറ് മിഷനിലൂടെ മാത്രമാവില്ല. സ്വകാര്യ മേഖലയിലുള്ള വാക്സിനേഷൻ്റെ അകത്ത് പുതിയ വാക്സിനുകൾ അവർക്ക് വേണ്ടത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കോൾഡ് ചെയിൻ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഉത്തരവാദിത്വം സർക്കാരും. അങ്ങനെ ആയിരിക്കും വരുന്ന ആളുകളിൽ അത് പ്രവൃത്തിപഥത്തിലെത്തുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കാൻ പറ്റുന്നത്? ഗവൺമെൻറ് മിഷനറിൽ ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ പലപ്പോഴും ക്യൂറേറ്റീവ് മെഡിസിനാണ്, ചികിത്സയാണ് അവർക്ക് പ്രാമുഖ്യം. പ്രതിരോധത്തിൽ അവർക്ക് വലിയ പങ്കില്ലായിരുന്നു. ഇനി വരുന്ന ആളുകളിലും അവർ ജനങ്ങളുടെ ഇടയിൽ കയറി പ്രതിരോധ പ്രവർത്തനം നടത്തില്ല. പക്ഷേ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഉണ്ടാവണം. അതേത് രീതിയിലാണ് ചെയ്യേണ്ടത്? 2-3 കാര്യങ്ങൾ. പ്രായമുള്ളവരാണ് വരുന്നത്. അവർക്ക് നടന്നെത്താവുന്ന, അവർക്ക് റെസ്റ്റ് എടുത്ത് പെട്ടെന്ന് തിരിച്ചു പോകാവുന്ന, സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പല കാര്യങ്ങളുമാണ് നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് ആശുപത്രിയിലാണെങ്കിലും അതൊരു ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. വാഹനങ്ങൾ അടുത്ത് വരെ എത്തിച്ചേരുന്നതിനടുത്ത് വയോജനങ്ങൾക്ക് കുറേ നടന്ന് ചെന്ന് സ്റ്റെയർകേസ് കയറി ലിഫ്റ്റ് കയറി 3-ാം നിലയിൽ എത്താൻ ആയിരിക്കില്ല. വണ്ടിയിൽ ചെന്നെത്തിക്കഴിഞ്ഞാൽ അവരെ ഒരു പ്രയാസമില്ലാത്ത എടുത്തപ്പുറം ഇരുത്തി കൊടുക്കാൻ പറ്റുന്ന അത്രയും അടുത്ത ഒരു സാഹചര്യമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകളില്ലാതെ രജിസ്ട്രേഷൻ ഒരു കൗണ്ടർ, അത് കഴിഞ്ഞിട്ട് മരുന്ന് വാങ്ങിക്കാനൊരു കൗണ്ടർ, അവിടെ പോയിട്ട് വാങ്ങിക്കണം, അത് കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാൻ ഒരു കൗണ്ടർ, അതെല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മറ്റൊരു കൗണ്ടർ. ഇതൊക്കെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ ഇതെല്ലാം നടക്കുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്യണം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു താമസവും ഇല്ലാതെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ വരണം, അവർക്ക് വാക്സിൻ അവരുടെ മുന്നിലേക്ക് എത്തണം. അത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നതിന് മുമ്പുള്ള ചെക്കപ്പിനുള്ള ഡോക്ടർമാരവിടെ ഉണ്ടാവണം. അവർ പരിശോധിച്ചത് ഫിറ്റാണോ അല്ലയോ എന്ന് തെളിയിക്കുകയും അണ്ടർ സൂപ്പർവിഷൻ വാക്സിനേഷൻ കൊടുക്കുന്നതിന് സംവിധാനവും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന അത്രയും കാലസമയം, ചിലപ്പോൾ അരമണിക്കൂറായിരിക്കാം, അവിടെ ഉണ്ടാവണം. വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് സംവിധാനം അവിടെ ഉണ്ടാവണം. അത്രയും ശേഷം ചിലപ്പോഴെങ്കിലും ഈ വാക്സിനേഷന് ശേഷം സർട്ടിഫിക്കേഷൻ വേണ്ടി വരും, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ പോയിന്റിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വരുന്ന ആളുകളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇനി ഏതൊക്കെ വാക്സിനുകളാണ് നമുക്ക് പ്രാമുഖ്യം നമ്മുടെ രാജ്യത്തിനെന്ന്? ഒരുപാട് വാക്സിനുകൾ വികസിത രാജ്യങ്ങളിലുണ്ട്. അതിൽ ഏറ്റവും പ്രസക്തിയുള്ളത്, വയോജനങ്ങളിൽ പ്രസക്തിയുള്ളത് ഏതാനും എണ്ണമാണ്. നമ്മൾ 10-12 വാക്സിനുകളുടെ പേര് പറയാമെങ്കിലും ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ് ബാക്ടീരിയൽ ന്യൂമോണിയ, പ്രത്യേകിച്ചും ന്യൂമോക്കോക്കൽ ന്യൂമോണിയ. ഇൻഫ്ലുവൻസ, എല്ലാ വർഷവും മാറി മാറി വരുന്ന ഇൻഫ്ലുവൻസ, ഈ പ്രായമുള്ളവരുടെ മരണത്തിന് പ്രധാന കാരണങ്ങൾ ഇതാണ്. അപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ അത് പ്രായമുള്ളവർക്ക് അത് എടുക്കണം. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ന്യൂമോക്കോക്കൽ വാക്സിൻ ആയിരിക്കില്ല, നാളെ അതിനൊന്നുകൂടിയും മെച്ചമായിട്ടുള്ളത് വരും. അതിനൊരു ഷെഡ്യൂളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ന്യൂമോക്കോക്കൽ വാക്സിൻ ആയിരുന്നു പറഞ്ഞത്, ബാക്ടീരിയൽ ന്യൂമോണിയ. ഇൻഫ്ലുവൻസ വാക്സിനും ഇത് 2 പ്രധാനമായിട്ടും എടുക്കേണ്ടത്. ഒന്ന് ബാക്ടീരിയൽ ന്യൂമോണിയക്കെതിരെയും ഒന്ന് അതിലേക്ക് നയിക്കുന്ന വൈറൽ ഇൻഫ്ലുവൻസക്കെതിരെയും. ഈ 2 വാക്സിനുകളും എടുക്കേണ്ടതുണ്ട്. അതിൽ ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും ഓരോന്ന് വെച്ച് തുടരേണ്ടതുണ്ട്.
അതിലും അപ്പുറം ഇവർക്ക് പ്രശ്നമായേക്കാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി മുമ്പേ എടുത്തിരിക്കുന്നതായിരിക്കാം എങ്കിൽ പോലും ഹെപ്പറ്റൈറ്റിസിൻ്റെ വാക്സിൻ വേണ്ടതുണ്ട്. അതുപോലെ തന്നെ വൂപ്പിംഗ് കോഫിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ ടിഡാപ്പ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് പ്രാധാന്യം അവിടെയുണ്ട്. മറ്റ് ചിലർക്ക് ഹെർപ്പിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതൊക്കെ വേദനയും വെസിക്കിൾസൊക്കെ ആയിട്ട് വരുന്ന കാര്യമാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വാക്സിനാണ്. അതൊക്കെ വികസിത രാജ്യങ്ങൾ നേരത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അതൊക്കെയും ഈ പട്ടികയിൽ ഇനിയും വരാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞത് വയോജനങ്ങളുടെ കാര്യം. ഇനിയോ ഇത്തിരി പ്രായക്കുറവുള്ള മധ്യ വയസ്കിലുള്ള അല്ലെങ്കിൽ യുവജനതയുടെ കാര്യത്തിലും പലപ്പോഴും വാക്സിനേഷൻ വേണ്ടി വരുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്കായി പോകുന്നു, ഹോസ്റ്റലിൽ താമസിക്കുന്നു, ഭക്ഷണം ഒക്കെ പുറമേ നിന്നാണ്, കുട്ടികളെ പഠിത്തത്തിന് വേണ്ടി പറഞ്ഞേക്കുന്നു, ചിലർ മറുരാജ്യങ്ങളിൽ പോകുന്നു. അപ്പോൾ ആ രാജ്യത്തിൽ വേണ്ടിയുള്ള വാക്സിൻ നമുക്ക് കൊടുക്കേണ്ടി വരും ട്രാവലിങ്ങിന് വേണ്ടി. അത്തരത്തിലുള്ള കാര്യത്തിനൊക്കെയുള്ള വാക്സിനുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലോ അല്ലെങ്കിൽ കോഴിക്കോടുള്ള ചില സെൻറ്ററിൽ പോയിട്ട് അവിടുന്ന് മാത്രമാണ് വാക്സിൻ എടുക്കാൻ പറ്റുന്നത്. അതിന് പകരം മറ്റിടങ്ങളിൽ നിന്നും കൊടുക്കുകയും അതിന് യഥാർത്ഥത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ എടുക്കാം, ടൈഫോയിഡിൻ്റെ വാക്സിൻ എടുക്കാം. അതുപോലെ തന്നെ ഈ പ്രതിരോധ ശേഷി ഈ കൗമാരക്കാരിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പം കുറഞ്ഞ് വരികയാണ്. അപ്പം എന്നെപ്പോലുള്ളവർക്ക് പറയാം, ഞങ്ങളെല്ലാം അസുഖത്തിൻ്റെ ഇടയിൽ നടന്നു വന്നത്, ഞങ്ങൾക്കെല്ലാം പ്രതിരോധം ഉണ്ടില്ല. ഞങ്ങളുടെയൊക്കെ പ്രതിരോധം ഒരു പ്രായത്തിനപ്പുറം പറയുമ്പോൾ കുറഞ്ഞ് വരികയാണ്. ഇപ്പോൾ രോഗാതുരത കൂടുന്നു, സാധ്യത കൂടുന്നു, രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം കുറഞ്ഞു വരുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ചും പ്രായാധിക്യമുള്ളവർക്ക്. മധ്യവയസ്സിലുള്ളവർക്കും യുവജനങ്ങൾക്കും അതുപോലെ തന്നെയാണ്. പല രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഡിഫ്തീരിയക്കെതിരെയുള്ളതും വൂപ്പിംഗ് കോഫിനെതിരെയുള്ളതും മീസിൽസിനും മംസിനും ഒക്കെയുള്ള പ്രതിരോധം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ യുവജനതയുടെ ഇടയിലും ടിഡാപ്പ് വൂപ്പിംഗ് കോഫിനും ടെറ്റനസിനും ഡിഫ്തീരിയക്കും എതിരെയുള്ള പ്രതിരോധം, MMR മീസിൽസിനും മംസിനും റുബല്ലക്കുള്ള പ്രതിരോധം, അതെല്ലാം ചെയ്യുന്നത് നന്നായിരിക്കും. പുതിയ വാക്സിനുകൾ വില കൂടുതലുള്ള ഈ ടൈഫോയിഡിനെതിരെയുള്ളതും ഹെപ്പറ്റൈറ്റിസിനെയൊക്കെയുള്ളതിലും ഒക്കെ സ്വീകരിക്കുന്നത് നന്നാവും. അപ്പോൾ ഇന്ന് പറഞ്ഞത് പട്ടിക മുഴുവനല്ല എങ്കിലും വരുന്ന ആളുകളിൽ ഏത് രീതിയിലാണ് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നമ്മൾ ഈ വാക്സിനുകൾ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കേണ്ടത് എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ എന്താണ് അവരുടെ റോൾ, അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ഏത് വാക്സിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൺസ്യൂമറാണ് ഏറ്റവും മുമ്പേ അവരുടെ സുരക്ഷിതത്വം, അവർക്ക് ഫലപ്രാപ്തിയും, അവർ കൊടുക്കുന്ന കാശിന് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ്. താങ്ക് യു.